പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 9-ാം മാസത്തിൻ്റെ 2-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഈ പ്രഭാതവും നമുക്ക് അടുത്തു ചെല്ലാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരുമായി യേശു ഉയർന്ന ഒരു മലയിൽ പ്രാർത്ഥിക്കുവാൻ പോയി. പ്രാർത്ഥിച്ചു ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. എന്നാൽ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ വസ്ത്രം മിന്നുന്ന വെണ്മയായി തേജസ് കൊണ്ട് നിറയപ്പെട്ടു. മോശയും ഏലിയാവും യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഉറക്കമുണർന്ന ശിഷ്യന്മാർ കണ്ട കാഴ്ച അത്യന്തം വിസ്മയകരമായിരുന്നു. പെട്ടെന്ന് മറ്റൊന്നും ആലോചിക്കാതെ താൻ 3 കുടിലുകൾ ഉണ്ടാക്കുവാൻ താല്പര്യപ്പെടുന്നതായി യേശുവിനോട് പത്രോസ് പറയുന്നു. ഉടനെ സ്വർഗത്തിൽ നിന്നും കേട്ട ശബ്ദം നിമിത്തം ശിഷ്യന്മാർ ഭയപ്പെട്ടു നിലത്ത് വീണു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. നാം പ്രതീക്ഷിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും നമ്മുടെ ജീവിതത്തിൽ അവൻ ഉണ്ടാകത്തില്ല. അവരെല്ലാം മാറിപ്പോകും. എല്ലാ കാര്യങ്ങളും നീങ്ങിപ്പോകും. എന്നാൽ എപ്പോഴും നമ്മോട് കൂടെ കാണുവാൻ കർത്താവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം കർത്താവ് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും എല്ലാം മാറിപ്പോകും. എന്നാൽ നമ്മുടെ മരണനിഴൽ താഴ്വരയിൽ പോലും നമ്മുടെ ദൈവം നമ്മെ കൈവിടുകയില്ല. 16-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു: ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ആമേൻ. അപ്പം തിന്നുകയും ആമേൻ അത്ഭുതം കാണുകയും ചെയ്ത ജനം അടുത്ത ദിവസം യേശുവിനെ തിരഞ്ഞു നടന്നു. എന്നാൽ തൻ്റെ കഷ്ടതയുടെ നാളുകളിൽ എല്ലാവരും ചിതറിപ്പോകുവാനിടയായി. ആരും കർത്താവിനെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. ഭക്തനായ ഇയ്യോബിൻ്റെ കഷ്ടതയിൽ താൻ ശരിയായി ആമേൻ സ്തോത്രം ശാരീരികമായി അനുഭവിച്ച വേദനയേക്കാൾ മാനസികമായി ഉണ്ടായ വാക്കുകളാണ് തന്നെ അധികം അലട്ടിയത്. തൻ്റെ ഭാര്യ പോലും തന്നെ തള്ളിക്കളഞ്ഞു. വഴിയെ പോകുന്നവർ തന്നെ കളിയാക്കി നിന്ദിച്ചു. തൻ്റെ സ്നേഹിതന്മാർ തന്നെ എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു. എന്നാൽ ദൈവം മാത്രം തന്നെ കൈവിട്ടില്ല. കർത്താവ് തനിക്ക് തുണനിന്നു. ആമേൻ. നഷ്ടമായതെല്ലാം ഇരട്ടി ദൈവം കൊടുത്തു തന്നെ ആമേൻ അനുഗ്രഹിപ്പാനിടയായി. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുന്ന ദൈവവൈതലേ, പലരുടെയും ജീവിതം ഇതുപോലെ ആയിരിക്കുകയില്ലേ? 38 വർഷം രോഗം ബാധിച്ച് കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ്റെ രോധനം മറിച്ചായിരുന്നില്ല. എന്നെ സഹായിക്കാൻ ആരുമില്ല. 38 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുളക്കരയിൽ എന്നെ ചുമന്നു കൊണ്ടുവെക്കുവാൻ ആരൊക്കെയോ ഉണ്ടായിരുന്നു. സ്നേഹിതരുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു, ബന്ധുമിത്രാദികളുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോൾ എന്നെ ഈ വെള്ളത്തിലൊന്ന് ഇറക്കുവാൻ, വെള്ളം കലങ്ങുന്നുണ്ട്, ദൂതൻ ഇറങ്ങുന്നുണ്ട്, ഞാൻ എല്ലാം അറിയുകയും കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വെള്ളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല എന്ന് കർത്താവിനോട് വളരെ സഹതാപത്തോടുകൂടെ താൻ പറയുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ള ഈ വചനം നാം ധ്യാനിക്കുന്നത് നമുക്ക് ആശ്വാസമായിരിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അടുക്കൽ വരും. ആരെല്ലാം നമ്മെ കൈവിട്ടാലും നമ്മെ കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുള്ളതിന് മാറ്റം വരികയില്ല. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകളെല്ലാം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നാണ് കർത്താവ് പറയുവാനിടയായത്. ആകയാൽ പ്രിയ ദൈവവേദനേ, സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ, അതുകൊണ്ട് നീ ഒഴികെ ഒരു നന്മയും എനിക്ക് വേണ്ട എന്ന് നമുക്ക് ധൈര്യത്തോടുകൂടെ ഈ പ്രഭാതം പറയുവാനിടയാകട്ടെ. ദൈവത്തെ ഭയപ്പെടാതെ ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി കണ്ട്
പരമാർത്ഥയോടുകൂടെ ജീവിക്കുന്ന തൻ്റെ ജീവിതത്തിലെ ശൂന്യത കണ്ട് കർത്താവിനോട് പരാതി പറയുന്ന ആസാഫിൻ്റെ ഒരു ഗാനമാണ് 73-ാം സങ്കീർത്തനം. എന്നാൽ അവൻ രണ്ട് കൂട്ടരുടെയും അന്ത്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഭക്തൻ അറിയാതെ അവൻ പാടുവാനിടയായി, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നീയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവമില്ലാത്തവൻ അവൻ വഴുവഴുപ്പിൽ നിൽക്കുമ്പോൾ താൻ ഉറച്ച പാറയിലാണ് നിൽക്കുന്നത് എന്ന് തനിക്ക് ബോധ്യമായി. യഹോവ അല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറ ആരുള്ളൂ? അതെ ദൈവവേദലേ, ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ അവൻ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞാലും, ആരെയെല്ലാം നാം വിശ്വസിച്ചാലും ആമേൻ, അവരെല്ലാം മാറിപ്പോകും. അവരിൽ എല്ലാവരും നമ്മെ മറന്നു പോകും, നമ്മെ കൈവിട്ടു പോകും. നമ്മുടെ കർത്താവ് മാത്രം നമ്മോട് കൂടെ ഉണ്ടാകും എപ്പോഴും. അതെ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതം ഈ സ്തോത്രം വചനം നാം ശ്രവിച്ചതുപോലെ അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ രോഗശയിൽ, നമ്മുടെ ഏകാന്തതയിൽ കർത്താവല്ലാതെ നമുക്കാരും തുണ നിൽപ്പാനില്ല. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, മക്കൾ എത്രയുണ്ടെന്ന് പറഞ്ഞാലും, ഏതൊക്കെ ബന്ധുമിത്രാദി, എത്ര സ്നേഹിതരുണ്ടെന്ന് പറഞ്ഞാലും, യേശുവിൻ്റെ അനുഭവം ഒന്ന് നോക്കൂ. 12 ശിഷ്യന്മാർ 3.5 വർഷം തന്നോട് കൂടെ നടന്നു. തൻ്റെ കഷ്ടതയിൽ ഒരുവൻ പോലും സഹായിപ്പാനില്ല. തള്ളിപ്പറഞ്ഞു, ഒറ്റിക്കൊടുത്തു. ആമേൻ, സ്തോത്രം. ആമേൻ, മാറി നടന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടതയിൽ മാറി നടക്കുന്നവനല്ല. ഇന്ന് പ്രഭാതം ഏതൊക്കെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവവേദലേ, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടി കഴിഞ്ഞ 8 മാസം കൊണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് വന്നില്ലല്ലോ, എൻ്റെ ഉപവാസത്തിൻ്റെ മറുപടി വന്നില്ലല്ലോ, എൻ്റെ യാതനയുടെ മറുപടി വന്നില്ലല്ലോ, എൻ്റെ നിലവിളിയുടെ മറുപടി വന്നില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ദൈവവേദലേ, ഈ 9-ാം മാസത്തിൻ്റെ 2ാമത്തെ പ്രഭാതത്തിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, യേശു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിന്റെ ഏത് സാഹചര്യത്തിലും യേശു നിന്നോട് കൂടെയുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ലോകമെമ്പാടുമായിരുന്നുകൊണ്ട് വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെ സ്വർഗം ആശ്വസിപ്പിക്കണം, അനുഗ്രഹിക്കണം, നന്മകളാൽ നിറയ്ക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.